എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 45, 46 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 45ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്രവൃത്തവും 46ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ബ്രാഹ്മണനോട് രുക്മിണി ഇപ്രകാരം പറഞ്ഞു എന്ന കഥ ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനോട് പറയാണ്. എന്താണ് രുക്മിണി പറഞ്ഞത് എന്നുള്ളത് നോക്കാം. ആദ്യം ശ്ലോകം നോക്കൂ. സന്ദേശവാചാമധുനാനകാല ക്വാഹം ക്വ ബുദ്ധി ക്വ പദം ക്വ ചാർത്ഥ തദ്വാരകാമേത്യദയാർണവായ തസ്മൈ സമാവേദയ വൈശസം മേ. വളരെ നേരിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ പറയാണ്. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദങ്ങൾ. സന്ദേശവാചാം അധുനാ ന കാല ക്വ അഹം ക്വ ബുദ്ധി ക്വ പദം ക്വ ച അർത്ഥ തത് ദ്വാരകാം ഏത്യ ദയാർണവായ തസ്മൈ സമാവേദയ വൈശസം മേ. ഈ ശ്ലോകത്തിൽ ആദ്യത്തെ 2 വരിയിൽ മാത്രമേ പദച്ഛേദം ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ ഒറ്റ വാക്കുകളായിട്ടാണ് അധികവും. ദ്വാരകാമേത്യ എന്നുള്ള ദിക്കിൽ മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ബ്രാഹ്മണനോട് രുക്മിണി പറയാണ് സന്ദേശവാചാം അധുനാ ന കാല. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന പദ്യം തന്നെയാണ് ഇതും. രുക്മിണി പറയാണ് സന്ദേശവാചാം, സന്ദേശം എഴുതി നേരം കളയേണ്ട ഒരു കാലമല്ല ഇത്. അതായത് സന്ദേശം എഴുതിയിട്ട് തന്നുവിട്ട് അവിടെ പോയി പറയാൻ, അല്ലെങ്കിൽ ഈ കത്ത് കൊടുത്ത് വായിച്ച് അതിന് അത്രയ്ക്കൊന്നും അമാന്തിക്കാൻ നേരമില്ല. അതാണ് സന്ദേശവാചാം അധുനാ ന കാല. സന്ദേശവാക്കുകളുടെ വളരെ ഭംഗിയായിട്ട് വിവരിച്ചെഴുതുന്ന ഒരു സന്ദേശ കാവ്യം അല്ലെങ്കിൽ ഒരു സന്ദേശ കഥനം, സന്ദേശം എഴുതി കൊടുത്തു വിടാനുള്ളൊരു നേരമൊന്നും ഇനിയില്ല. അത്രയ്ക്ക് വൈകിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പറ്റിയ കാലമല്ല എന്ന് രുക്മിണി പറഞ്ഞത്. മാത്രമല്ല ക്വ അഹം ക്വ ബുദ്ധി ക്വ പദം ക്വ അർത്ഥ ച. അതിന് മാത്രമൊന്നും ഞാൻ ആളല്ല. ഭഗവാൻ ഒരു സന്ദേശം കൊടുത്തു വിടാൻ തക്കവണ്ണമുള്ള ബുദ്ധി, വൈഭവം, കഴിവ്, പദപരിചയം, പദവിജ്ഞാനം അങ്ങനെയുള്ളതൊന്നും എനിക്കില്ല. അതാണ് ഇവിടെ പറയണത്. ക്വ അഹം, ഞാൻ ആരാണ്. അതുപോലെ ക്വ ബുദ്ധി, എൻ്റെ ബുദ്ധി എത്ര ഉണ്ട്. ഭഗവാനെ പറ്റി ആലോചിക്കുമ്പോൾ, ഭഗവാനെ പറ്റി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ആരുമല്ല, എൻ്റെ ബുദ്ധിയും ഒന്നുമല്ല. ക്വ പദം ക്വ അർത്ഥ, എവിടെ കിടക്കുന്നു വാക്കുകൾ, എവിടെ കിടക്കുന്നു അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഭഗവാന്റെ പദം എവിടെ കിടക്കുന്നു, അതിനു വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ പോകുന്ന വാക്കുകളും അർത്ഥങ്ങളും എവിടെ കിടക്കുന്നു. എങ്ങനെയൊക്കെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ തക്കവണ്ണമുള്ള പദങ്ങളാണ് സുകുമാരകവി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഭഗവാനെ വർണ്ണിക്കാനോ ഭഗവാന്റെ മുമ്പിൽ തൻ്റെ ആ ഒരു ഭാവം പ്രകടിപ്പിക്കാനോ തക്കവണ്ണമുള്ള വാക്കുകളൊന്നും ഇപ്പോൾ എനിക്ക് കിട്ടണില്ല. അതിനുള്ള സമയവുമില്ല. കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ വേണമെങ്കിൽ എഴുതാമായിരുന്നോ, അതും അറിയില്ല. ഇപ്പോൾ ധൃതി പിടിച്ചെന്തായാലും ശ്രീകൃഷ്ണനെ പോയി അറിയിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ പറയണത് അങ്ങ് കേൾക്കണം എന്നാണ് രുക്മിണി പറയണത്. തത് തസ്മാത്, അതുകൊണ്ട് ദ്വാരകാം ഏത്യ, ദ്വാരകയിൽ ചെന്നിട്ട്, ദ്വാരകയിലേക്ക് ചെന്നിട്ട് ബ്രാഹ്മണനോട് പറയാണ് വേഗം തന്നെ ദ്വാരകയിലേക്ക് ചെന്നിട്ട് തസ്മൈ ദയാർണവായ, ആ ദയാസമുദ്രമായിട്ടുള്ള ഭഗവാനോട്, തസ്മൈ ദയാർണവായ മേ വൈശസം, എൻ്റെ ഈ ദുഃഖം, അതായത് ഇത് പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ്, അതിന് പെട്ടെന്നൊരു നടപടി എടുക്കേണ്ടതാണ്. വൈശസം എന്നുള്ള വാക്കിന് ദുഃഖം എന്നാണ് അർത്ഥം. മേ വൈശസം സമാവേദയ, എത്രയും വേഗം നല്ലവണ്ണം ധരിപ്പിക്കണം. ആവേദയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം, ധരിപ്പിക്കണം എന്നർത്ഥം. സമാവേദയ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ പറയണത് അതേ പ്രകാരം തന്നെ, യാതൊരു ഭാവ വ്യത്യാസവും അല്ലെങ്കിൽ അതിലൊരു കുറവും ഉണ്ടാവരുത്. ആ ഒരു ധൃതി, എൻ്റെ ഒരു അവസ്ഥ, ദുഃഖം ഒക്കെ വേണ്ടതുപോലെ അങ്ങ് തന്നെ പോയി പറഞ്ഞു കൊടുക്കണം എന്നർത്ഥം. അതായത് അതിന് വേണ്ടിയിട്ടാണ് ഈ പത്മാസനനെ വിളിച്ചു വരുത്തിയത്. വേണ്ടതുപോലെ താൻ പറയണതൊക്കെ അതേപോലെ തന്നെ രുക്മിണിയുടെ മനസ്സിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അത് മുഴുവൻ വേണ്ടതുപോലെ ഭഗവാന്റെ അടുത്ത് എത്തണമല്ലോ. എന്നാലല്ലേ ഭഗവാൻ അപ്പം തന്നെ പുറപ്പെടുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ളൊരു ഇട കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് വേണ്ട കുറച്ച് കഴിഞ്ഞിട്ടാവാമെന്നൊക്കെ ആലോചിച്ചാൽ പിന്നെ ചേതി രാജാവായിട്ടുള്ള ശിശുപാലൻ വരലും രുക്മിണിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോലും കഴിയും.
അപ്പോൾ അതിനൊന്നുള്ള സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പത്മാസനൻ എന്നു പേരുള്ള ബ്രാഹ്മണൻ, അതാണ് ഞാൻ, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേക്കുകയാണ് എന്നാണ് ബ്രാഹ്മണൻ ആദ്യം തന്നെ ശ്രീകൃഷ്ണനോട് പറയണത്. നമ്മൾ സാധാരണ നാരായണീയത്തിലും അതുപോലെ തന്നെ ഭാഗവതത്തിലൊക്കെ കാണുന്നത് ഒരു എഴുത്തുണ്ട്. ഇവിടെ സുകുമാര കവി വരുത്തിയിരിക്കുന്നതായ ഒരു മാറ്റമാണ്. എഴുത്തൊന്നുമില്ല, പറഞ്ഞ് മനസ്സിലാക്കേ വേണ്ടൂ. തനിക്കതിനുള്ള കഴിവുമില്ല. ഈ എഴുത്തെഴുതി ഫലിപ്പിക്കാൻ, ഭഗവാന്റെ മുമ്പിലൊരു പ്രേമലേഖനം എഴുതി അവതരിപ്പിക്കാനുള്ളൊരു കഴിവൊന്നും തനിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്താണോ പറയണത് അതേപോലെ തന്നെ അവിടെ പോയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് ഈ പത്മാസനനെ പറഞ്ഞയച്ചിരിക്കുകയാണ്, തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് എന്നാണ് ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനോട് പറയണത്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ രുക്മിണി പറഞ്ഞൊരു വാക്യം കൂടി പറയുകയാണ്. അതാണ് 46-ാമത്തെ ശ്ലോകം. നമുക്ക് ശ്ലോകം ചൊല്ലാം. നമാമുപേക്ഷേത മഹാനുഭാവ സചേതുപേക്ഷേത മമത്വഖേന അസന്മനോ ലക്ഷിതയാ സദോഷാം തനും വിധാസ്യാമി തനൂനപാതി. നമുക്ക് പദച്ഛേദം പറയാം. ന മാം ഉപേക്ഷേത മഹാനുഭാവ സ ചേത് ഉപേക്ഷേത മമ തു അഖേന അസന്മനോ ലക്ഷിതയാ സദോഷാം തനും വിധാസ്യാമി തനൂനപാതി. ആദ്യത്തെ വരികളിലൊക്കെ തന്നെയുള്ളൂ പദച്ഛേദം ചെയ്യാൻ. ഇവിടെ രുക്മിണി പറയുകയാണ്, അങ്ങ് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഭഗവാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ ചെയ്യാൻ പോണത് എന്നുള്ളതാണ് പറയണത്. സ മഹാനുഭാവ, ആ മഹാനുഭാവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ മാം ന ഉപേക്ഷേത, എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. എന്നെ ഉപേക്ഷിക്കുകയില്ല, ഉപേക്ഷിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കണ്ട് പ്രേമവിവശയാണ് അദ്ദേഹത്തിൽ എന്നുള്ളത് ഭഗവാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ എന്നെ ഉപേക്ഷിക്കുകയില്ല തന്നെ. മമ അഖേനതു ഉപേക്ഷേത ചെയ്ത്. ഇനി മറ്റൊരു സാധ്യത, ഞാൻ ചെയ്ത ഏതെങ്കിലും തെറ്റുകളുണ്ടല്ലോ, അഘമെന്ന് പറഞ്ഞാൽ തെറ്റുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ട് അഘം കാരണമായിട്ട് തെറ്റ് ചെയ്തത് കൊണ്ട് ഉപേക്ഷേത ചെയ്ത് എന്നെ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അസന്മനോ ലക്ഷിതയാ സദോഷാം തനും തനൂനപാതി വിധാസ്യാമി. അസന്മനോ ലക്ഷിതയാ എന്ന് പറഞ്ഞാൽ സത്ത് എന്ന് പറഞ്ഞാൽ നല്ലത്, അസത്ത് എന്ന് പറഞ്ഞാൽ ചീത്ത, അത് ആ അർത്ഥത്തിലാണ് ഇവിടെ പറയണത്. അസന്മനോ ലക്ഷിതയാ, മനോമാലിന്യങ്ങളൊക്കെ വന്ന് ഭവിച്ച് ചീത്തയായി പോയ എൻ്റെ ഈ ശരീരം, അതായത് ചീത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചീത്ത അംശങ്ങൾ ശരീരത്തിലും മനസ്സിലുമൊക്കെ വന്ന് കൂടും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ചീത്തയായി തീർന്നു എന്നാണല്ലോ. അങ്ങനെയുള്ള എന്നെ ഭഗവാന്റെ മുമ്പിൽ അർപ്പിക്കാൻ കൊള്ളൂല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു കാലക്കേട് വരുന്നത് എങ്കിൽ അസന്മനോലക്ഷിതയാ സദോഷാം തനും, പിന്നെ ഈ ചീത്തയായിട്ടുള്ള ശരീരം വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, അല്ലെങ്കിൽ ആ ശരീരം എനിക്ക് വേണ്ട തന്നെ. ഭഗവാനാൽ പരിത്യജിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ എന്തു ചെയ്യും? എൻ്റെ ഈ ചീത്തയായ ശരീരത്തോട് കൂടിയിട്ട് തനൂനപാതി വിധാസ്യാമി. തനൂനപാത് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നിയിൽ ഞാൻ എൻ്റെ ശരീരത്തിനെ കൊണ്ട് സമർപ്പിക്കും. ഭഗവാൻ എന്നെ അംഗീകരിച്ചില്ല, ഞാനിവിടെ നിന്ന് പറഞ്ഞയക്കുന്ന വാക്കുകൾക്ക് വേണ്ടത്ര അർത്ഥം, അല്ലെങ്കിൽ ഞാൻ പറയണ ആ വികാരം എന്താണ് ആ പെൺകുട്ടിക്ക് വന്നിരിക്കുന്ന ബുദ്ധിമുട്ട് എന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അങ്ങയെ തിരിച്ചു പറഞ്ഞയക്കുകയോ അല്ലെങ്കിൽ എന്നെ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ എന്നെ തന്നെ അഗ്നിയിൽ പതിപ്പിക്കും, ഞാൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യും, ആത്മാഹുതി ചെയ്യും എന്നുകൂടി രുക്മിണി പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ഭഗവാൻ ദയാർണവം ആണല്ലോ, ദയാസിന്ധുവാണ്, കരുണാവാരിധി. അപ്പോൾ പറയണത് എന്താണ് എന്നുള്ളത് വേഗം മനസ്സിലാവും. എൻ്റെ അവസ്ഥ എന്തായാലും മനസ്സിലാക്കാൻ ഭഗവാന് സാധിക്കും. ആ ഒരു ദയയും വാത്സല്യവും ഒക്കെയാണല്ലോ നമ്മളെ എല്ലാവരെയും ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് രുക്മിണി പറയുകയാണ്, എൻ്റെ ദുഃഖം എന്താണ് എന്നുള്ളത് മറ്റാർക്കും മനസ്സിലായിട്ടില്ല എങ്കിലും ഭഗവാന് മനസ്സിലാവും, ശ്രീകൃഷ്ണന് മനസ്സിലാവും. അതുകൊണ്ട് വേഗം തന്നെ വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്നെ അഥവാ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ശരീരം തന്നെ ഇപ്പോൾ തീ കത്തിച്ച് ആത്മാഹുതി നടത്തും. അതുകൊണ്ട്
എത്രയും വേഗം എൻ്റെ ദുഃഖങ്ങൾ ചെന്ന് ഭഗവാനെ അറിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണനെ വിട്ടു എന്നാണ് ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനെ ചെന്ന് അറിയിച്ചത്. ഇനി ബ്രാഹ്മണനോട് ശ്രീകൃഷ്ണൻ എന്താ പറയണത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. നമുക്ക് ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സന്ദേശവാചാമധുനാ ന കാല ക്വാഹം ക്വ ബുദ്ധി ക്വ പദം ക്വ ചാർത്ഥ തദ്വാരകാമേത്യദയാർണവായ തസ്മൈ സമാവേദയ വൈശസം മേ. ന മാമുപേക്ഷേത മഹാനുഭാവ സചേതുപേക്ഷേത മമ ത്വഘേന അസന്മനോ ലക്ഷിതയാ സദോഷാം തനും വിധാസ്യാമി തനൂനപാതി. ഇനി അസന്മനോലക്ഷിതയാ എന്നുള്ള വാക്കിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു അർത്ഥം കൂടിയും നമുക്ക് പറയാൻ പറ്റും. അസത്തുകളായിട്ടുള്ള ജനങ്ങൾ അവരുടെ മനസ്സിൽ ലക്ഷ്യം വച്ചിരിക്കുന്ന ഈ ശരീരം, അതായത് ശിശുപാലനെ പോലെയുള്ള ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർ എന്നെയാണല്ലോ ലക്ഷ്യം വെക്കണത്. ഏട്ടൻ എന്നെ ചേതിരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചേതിപൻ ഉദ്ദേശിച്ച് ഇവിടേക്ക് വരാൻ പോണത് രുക്മിണിയെ തന്നെയാണ്. രുക്മിണിയെ കാണണം, രുക്മിണിയെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ വരണത്. അപ്പോൾ അങ്ങനെ ഈ ദുർജനങ്ങളാൽ നിരീക്ഷിക്കപ്പെടുന്ന, ദുർജനങ്ങളാൽ ഇനി സേവിക്കാൻ പോകുന്ന എൻ്റെ ഈ ശരീരം പിന്നെ ഞാൻ വച്ചേക്കില്ല, ഞാനത് ആത്മാഹുതി നടത്തിക്കളയും എന്നുള്ളൊരു ചെറിയ ഭീഷണി പോലെയും കൂടിയും നമുക്ക് വായിച്ചാൽ തോന്നും. ഇനി അടുത്തതൊക്കെ എന്താണ് എന്നുള്ളത് അറിയാനുള്ളൊരു അഭിവാഞ്ച, ഒരു വലിയ മോഹം, ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഭാവതീവ്രമായിട്ടുള്ള 2 ശ്ലോകങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.